സാർ മുമ്പ് പറഞ്ഞു ഇവിടെ ഒരു ഗ്രൂപ്പുണ്ട്, ഒരു ഹൈറാർക്കി ഉണ്ട് എന്നുള്ളത്. സാറിന് എന്തെങ്കിലും അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടോ? അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് പവർ ഗ്രൂപ്പിൻ്റെ അങ്ങനെ അനുഭവപ്പെടില്ല, പേഴ്സണലി അങ്ങനെ അനുഭവപ്പെട്ടില്ല. ഞാൻ പറഞ്ഞത് നമുക്ക് പവർ ഗ്രൂപ്പ് ഒന്നല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറേ വെച്ചാൽ ചില ബെൽറ്റുകളാണ്, അതൊരു ഫ്രണ്ട് സർക്കിളാണ്, അതാണ് ഈ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിലർക്ക് അവർക്ക് കാണുന്ന പവർ ഗ്രൂപ്പ് എല്ലായിടത്തും ചിലപ്പോൾ ഈ 4 പവർ ഗ്രൂപ്പിൽ ഉള്ള അംഗങ്ങൾ കാണും ചിലപ്പോൾ. എന്നുവെച്ചാൽ അങ്ങനെ മിങ്കിൾ ചെയ്ത് നടക്കുന്നവരുണ്ട്. സിനിമയെന്ന് പറഞ്ഞാൽ സാധ്യതയായ മിത്രങ്ങളും ശത്രുക്കളും എന്നുവെച്ചാൽ അത് കൃത്യമായിട്ടില്ല. ഒരു ഇന്നത്തെ മിത്രമായിരിക്കും നാളെ ശത്രു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്, മനസ്സിലായി. അതുകൊണ്ട് ഞാനിപ്പോൾ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ സ്വീകരിക്കുന്നില്ല ഇപ്പോൾ. അതാണ് പറഞ്ഞത്, അതിൻ്റെ ഭാഗമാണ്. വളരും തോറും ആൾക്കാരിങ്ങനെ കോറമായിട്ട് മാറിക്കൊണ്ടിരിക്കും. അവിടെ നിന്ന് അവസരം നഷ്ടപ്പെടുന്ന പുതുമുഖങ്ങൾക്കാണ്, പുതിയ മേക്കേഴ്സിനാണ്. അപ്പം എന്നെ സംബന്ധിച്ച് നമുക്ക് എൻ്റെ നാട് പത്തനംതിട്ട റാന്നിയാണ്. അവിടുന്ന് നമ്മൾ ആ നാട്ടിൽ നിന്നൊക്കെ വന്ന് ഇവിടെ വന്നൊരു പടം ചെയ്യുക, എറണാകുളത്ത് വന്ന് ഇത്രയും വർഷം നമ്മൾ നിന്ന് കാര്യങ്ങൾ പഠിച്ചെടുത്ത് സിനിമ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു സ്ട്രഗിൾ തന്നെയാണ്. അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് വർഷം നിന്നവർ നടക്കാത്തവരുണ്ട്, സിനിമ നടന്ന് റിലീസ് ആകാൻ സാഹചര്യം ഇല്ലാത്തവരുണ്ട്. അപ്പോൾ പല ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് കട്ടക്കിക്കുന്ന ടീം അല്ലെങ്കിൽ കട്ടക്കിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടാകണം. പക്ഷേ ഈ പറയുന്ന ഞാൻ പറയുന്നത് ഇപ്പം റീസ പുതിയൊരാളാണ്, ഇനി അങ്ങോട്ട് കയറി പോകുന്ന ഒരാളാണ്. എനിക്ക് പറയാനുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് നമ്മൾ ഏൽപ്പിച്ചേക്കുന്ന ഡ്യൂട്ടി തന്നെ, ഒരു ടീം പറയുന്ന ഡ്യൂട്ടി തന്നെ കൃത്യമായിട്ട് ചെയ്യുക, പോവുക. നമ്മൾ മറ്റുള്ളവരെടുത്തിട്ട് നമ്മൾ ആവശ്യമില്ലാതെ കയറേണ്ട കാര്യമില്ല. ഞാൻ പഠിച്ചത് ഈ പവർ ഗ്രൂപ്പ് സംഭവങ്ങൾ അത് ഞാൻ പറഞ്ഞേ. ഇന്ന് നമ്മൾ ഒരാളെ പറ്റി നമ്മൾ ഇത് പറയും, നാളെ അവരോട് നമ്മൾ പ്രോജക്റ്റ് വർക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ത്. അപ്പം നമ്മൾ കൃത്യമായിട്ട് സംസാരിക്കണം, നോ പറയേണ്ടടുത്ത് നോ പറയണം. പക്ഷേ കൃത്യമായിട്ട് ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുക എന്നുള്ളതല്ല. നമ്മളെന്താണോ നമ്മളായിട്ട് തന്നെ പോവുക. ഇവിടെ ഫേക്ക് കളിക്കാൻ പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ ഇതായിപ്പോവും, അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ അങ്ങനെ സാധനം. പക്ഷെ എല്ലാം നേടിയിട്ടൊക്കെയാണ് ഓരോരുത്തർ ഇതാകുന്നത്. അതൊക്കെ ഭയങ്കര നമുക്ക്, കാരണം ഇപ്പോൾ പ്രതിസന്ധിയില്ല, സിനിമ വർക്ക് നടക്കുന്നില്ല. ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. ഈ പറയുന്ന ഇപ്പം ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ഒരുപാട് യൂണിയനുകളുണ്ട്, അറിയാലോ. ഈ പറയുന്ന ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അവരുടെ എല്ലാം വീടുകളിലേക്ക് വർക്ക് നടന്നാലല്ലേ കാര്യങ്ങൾ നടക്കും. അപ്പോൾ അത് ഒരുപാട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരെയും കുറിച്ചും ചിന്തിക്കുകയും വേണം, എല്ലാവരെയും കൊണ്ട് വേണം. അപ്പോൾ ആ ഒരു ബോധ്യമല്ലാണ്ട് അപ്പം പറയേണ്ട സമയത്ത് നമ്മൾ സംസാരിക്കണം. ഇപ്പം സാർ പറഞ്ഞു ഈ ഗ്രൂപ്പുകളെല്ലാം ഓരോരോ ബെൽറ്റ് പോലെയാന്ന് പറഞ്ഞു. അപ്പം ഇതിപ്പം തിരുവനന്തപുരം ബെൽറ്റാണോ, എറണാകുളം, അങ്ങനെ ഓരോ സ്ഥലത്തിൻ്റെ ഒരു ഇതാണോ വരുന്നത്, അല്ലെ വേറെ എന്തെങ്കിലും രീതിയിലാണോ സാർ ഉദ്ദേശിച്ചത്? ഇപ്പം ഞാൻ പറയാം, നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ ഒരു രാജ്യം കീഴ്പ്പെടുത്താൻ വേണ്ടി പോകുന്ന പടയാളികളെല്ലാം അവിടെ അവരൊരു കോറമായിട്ട് ചേരുക. അപ്പോൾ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം പിടിച്ചെടുക്കുക. ആ ഒരു സിസ്റ്റമാണ് മലയാള സിനിമയിലും. ഞാൻ പറഞ്ഞില്ല, ഞാൻ പൊളിറ്റിക്സ് എന്നാണ് വരുന്നത്. അപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്തടത്ത് കയറേണ്ട കാര്യമില്ല, അല്ല ആവശ്യമില്ലാത്ത ബെൽറ്റിൻ്റെ ഭാഗമാകേണ്ട താല്പര്യമില്ല. നമ്മൾ ഡ്യൂട്ടി ചെയ്യുക, നമ്മൾ പോരുക എന്നുള്ളതാണ്. അതാണ് പുതിയ തലമുറയോട് നമ്മൾ പറയാനുള്ളത്. അവരുടെ സ്കില്ല് തന്നെയാണോ അവതരിപ്പിച്ചിട്ട് അവർ പോവുക. ആവശ്യമില്ലാതെ നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. ശരി, പ്രത്യേകിച്ച് ഞങ്ങൾക്കൊക്കെ ചോദിക്കാനുള്ളത് ഡയറക്ടർ സൈഡോ അല്ലെങ്കിൽ ഈ പറയുന്ന ക്രൂൻ സൈഡിലോ മേക്കേഴ്സിനൊക്കെ ചോദിക്കാനുള്ളത്. ഇപ്പോൾ ആർട്ടിസ്റ്റ് ബേസിലൊക്കെ നിങ്ങളൊക്കെ എന്തൊക്കെയാണ്, നമ്മളൊരു പുതിയൊരു പ്രൊജക്റ്റുമായിട്ട് നിങ്ങളുടെ അടുത്ത് ഒരാൾ വരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ സ്റ്റഡി ചെയ്യാറ് ഒരാളെ പറ്റി, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളതിനെ ഒരു ജഡ്ജ്മെൻറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം ഒരാളെ കണ്ടു കഴിഞ്ഞ് ഇപ്പോൾ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാണെങ്കിലും വരുവാണെങ്കിൽ അയാളോട് ഫസ്റ്റ് പ്രൊജക്റ്റിനെ പറ്റിയുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് ചോദിക്കും. അതിനെപ്പറ്റി പുള്ളിക്കൊരു വ്യക്തതയുണ്ട്. അത് ഇന്നതാണ് ക്യാരക്ടർ, അല്ലെങ്കിൽ ഇതാണ് ഇത്ര ദിവസമാണ് ഷൂട്ട് വരുന്നത്, ഇവിടെയൊക്കെയാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ ആ പ്രൊജക്റ്റ് എങ്ങനെയാണ്, അത് എത്ര ദിവസമുണ്ട്, നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണ്. അപ്പോൾ പിന്നെ പുള്ളി നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഓക്കെ വേണ്ടതാണോ, ചെയ്യേണ്ടാത്തതാണോ എന്നുള്ളത്. അത് വെച്ചിട്ടാണ് ഞാൻ പടങ്ങളൊക്കെ പറയാറ്. എന്തെങ്കിലും സേഫ്റ്റി ടിപ്സും എല്ലാം ഇങ്ങനെ
അങ്ങനെയൊന്നുമില്ല, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിൽ തോന്നുന്ന അവരുടെ ഗട്ട് ഫീലിംഗ് ആണ് മിക്കപ്പോഴും അവരെ എല്ലാ കാര്യത്തിൽ നിന്നും ചിലപ്പോൾ രക്ഷിക്കുന്നതും എല്ലാം ഉണ്ടാകുന്നത്. ചിലപ്പോൾ പല പ്രശ്നങ്ങളിൽ നമുക്കൊരു അത് ചെയ്യണ്ട നമ്മുടെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണ്ട. അങ്ങനെ അല്ലേ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ നമ്മൾ ആറ്റിറ്റ്യൂഡ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ മെറിസൈഡ് ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാനിങ്ങനെയാണ്. അപ്പം ആ ആറ്റിറ്റ്യൂഡ് എടുക്കുമ്പോൾ നമ്മൾ പ്രോജക്റ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇപ്പം അടുത്തിടയ്ക്ക് വല്ലതും? എനിക്ക് ഞാൻ ഓഡീഷൻ ചെയ്ത പ്രോജക്ട്സ് ഒക്കെ മിക്കതും തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി പേരൊന്നും എന്നോട് അങ്ങനെയൊന്നും എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഞാൻ ചെയ്ത പ്രൊജക്ട്സിൽ നിന്നോ അങ്ങനത്തെ ഒന്നും അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടില്ല. സോ എനിക്ക് ഇതുവരെ ഉണ്ടാവാത്തതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും ആഗ്രഹമാണ് അപ്പോൾ നല്ല പ്രോജക്റ്റുകൾ ചെയ്യണം. പക്ഷെ നല്ല പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ ഒത്തിരി സ്ട്രഗിളുകളുണ്ട്. അപ്പോൾ ആ പ്രോജക്റ്റ് നഷ്ടപ്പെടുന്നു അല്ലെ, അങ്ങനെ വിഷമങ്ങൾ ഉണ്ടാകുന്നുണ്ടാവും. ആ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു കാര്യം മാത്രം ആവണമെന്നില്ല. നമ്മളൊരു എസ്റ്റാബ്ലിഷ്ഡ് ആവാത്തതിന്റെ പേരിൽ നമുക്കൊരു സ്ട്രഗിൾസ് ഉണ്ടാവാം. അപ്പം ബിസിനസിന്റെ പേരിലൊക്കെ ആൾക്കാർ ഇപ്പം എടുക്കാൻ മാർക്കറ്റിങ്ങിന്റെ കാര്യം ചോദിച്ചല്ലേ. ഇപ്പം അതുപോലെ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം ഇപ്പോൾ ഒരു പടത്തിൽ നായികയായിട്ട് അഭിനയിക്കുന്നു, അല്ലെങ്കിൽ അടുത്ത പടത്തിൽ ക്യാരക്ടർ റോളാണ് കിട്ടുന്നത്. അങ്ങനെ ക്യാരക്ടറുകൾ ചേഞ്ച് ചെയ്ത് റോൾ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല, ഒരു പ്രശ്നവുമില്ല. അത് ഒരു നായിക ചെയ്തെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഒരു അത് ചിലപ്പോൾ ആ ക്യാരക്ടർ റോൾ അതിനേക്കാളും നല്ലതാവാം. നല്ലതല്ലേ പോലും ആ ഒരു സിനിമയ്ക്ക് അതൊരു കോൺട്രിബ്യൂഷനാണ്, അതിനൊരു ഭാഗമാണ്. ആ സിനിമയ്ക്ക് ഒരു കണ്ടന്റ് ആ സാധനം തരുന്നുണ്ട്.